അങ്ങനെ ലൊക്കേഷനിൽ നിന്ന് ലൊക്കേഷനിലേക്ക് പോണേ വീട്ടിൽ കയറാറില്ല അല്ലടാ. നിലം തൊടാത്ത യാത്രകൾ അമേരിക്ക, ലണ്ടൻ, ജപ്പാൻ, ഇന്ത്യ, കേരള, വിയൂർ, കണ്ണൂർ, പൂജപ്പുര, പാളയം, സ്റ്റാച്ചു, പേട്ട, തിരുവനന്തപുരം, അങ്ങനെ എത്ര രാജ്യങ്ങൾ. ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ആണോ എന്നെ ആക്കിയതാ. എനിക്ക് അത്യാവശ്യം സീരിയലുണ്ട്, കഞ്ഞി കുടിച്ച് സീരിയലിൽ എന്നെയാണോ? അമ്മയ്ക്കുള്ള പൊടിയിരിക്കഞ്ഞി. ഞാൻ വെച്ച എന്നെയാന്ന്. 2 ദിവസം മുന്നേ വൈറലായിട്ട് ഓടുന്ന കണ്ടല്ലോ. തല്ലുകൊണ്ട് ഓടുന്നവരല്ലടാ മലയാളികൾ, ഞങ്ങളെല്ലാം ഉദയനന്റെ നാട്ടുകാരാ. ഉദയനെ ഞാൻ ഒന്നിച്ചു പഠിച്ചവരാ. പിന്നെ ഈ ഓട്ടം അത് പടയോട്ടം. അത് സത്യാവസ്ഥ ഞാൻ പറയട്ടെ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ അഭിലാഷും കൊച്ചി മച്ചാനും കൂടി ഫ്രാങ്ക് ചെയ്താണ്. അത് വെറും ആക്ടിംഗ് ആയിരുന്നു, നിനക്ക് മനസ്സിലായില്ലേ? അയ്യോ ആക്ടിംഗ് ആയിരുന്നു, മനസ്സിലാവേ ഇല്ല. അന്ന് ഓടിയില്ലായിരുന്നെങ്കിൽ എനിക്ക് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നത്. കാരണം നമ്മൾ ഈ വയലൻസ് പരിപാടി ഉണ്ട് കേട്ടോ. ശരിക്കും പെട്ടെന്ന് ദേഷ്യം വരിക. നീ കൈവച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആള് ഡേഞ്ചറാ. ഭയങ്കരമായ ആള്. അവനൊന്നും പറ്റാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഓടിയത്. അവനൊന്നും പറ്റരുത്, എനിക്കും ഈരായിട്ട് സംസാരത്തിൽ ഭയങ്കര വ്യാകരണമുണ്ട്. അതെന്റെ ശിഷ്യനായിട്ടുള്ള സംസർഗത്തിൽ ലഭിച്ചത്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ എത്ര പേരടിച്ച് അല്ലേ മൂക്കിന്നൊക്കെ ചോര വന്നിട്ടുണ്ട്. ഏത് മുക്കിന്നാ? എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്, അങ്ങനെ ആക്കണ്ട കേട്ടാ. അപ്പോഴെങ്ങാനും എന്നെ അദ്ദേഹത്തിന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ എന്റെ ശിവനെ. ഞാൻ പറയട്ടെ, ഒരുപാട് കേരളത്തിൽ ഒരുപാട് പെമ്പിളേർ ആഗ്രഹിക്കുന്നുണ്ട് ഈ മീശ പിരിച്ചോണ്ടിരിക്കാൻ. ഊതടാ ഊത്, അടുപ്പിൽ ഊതനവന്റെ ആസ്ത്രത്തിൽ തന്നെ ഊത്, ഒറ്റെണ്ണം നേരെയാവില്ല. ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും. ഐ മീൻ ലോക പരാജയം. അതായത് എന്നോട് കുറെ പേര് ചോദിക്കുന്നുണ്ട് ഈ അലിൻ ജോസ് പെരേരയുടെ മീശ ഞങ്ങൾക്കൊന്ന് പിരിക്കണമെന്നൊരു ആഗ്രഹം കൊണ്ട്. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടിയമാതിരി ഒരുമിച്ചല്ല കടിച്ചു പറിക്കണത്. ഞാൻ പോകുന്നു. ബൈ ബൈ. Come on baby, come to me.